ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മൻ കാന യളുന്നു അല്ലൻ യൻസുറഹുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറതി ഫൽയംദുദ് ബിസബബിൻ إلى السماء ثم ليقطع فلينظر هل يذهبن كيده ما يغيظ وكذلك أنزلناه آيات بينات وأن الله يهدي من يريد. ഏറെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ 2 ആയാത്തുകൾ അഥവാ 15-16 ആയാത്തുകളാണ് ഈ ക്ലാസ്സിലൂടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പല കാര്യങ്ങളാണ് സൂറത്ത് ഹജ്ജിലൂടെ നമ്മെ ഉണർത്തിയത്. സൃഷ്ടിപ്പിൻ്റെ തെളിവുകൾ നിരത്തിക്കൊണ്ട് ബഅസ് എന്ന പുനരുദ്ധാരണത്തിൻ്റെ യാഥാർത്ഥ്യം അല്ലാഹു സുബ്ഹാനഹു തആല വളരെ വിശദീകരിച്ച് നൽകുകയുണ്ടായി. അതിനുശേഷം അല്ലാഹുവിൻ്റെ ശക്തിയും സത്യവും മരിച്ചവരെ ജീവിപ്പിച്ചുകൊണ്ട് ഞാൻ അതിനെല്ലാം കഴിവുള്ളവനാണെന്ന് വ്യക്തമാക്കി തരികയുണ്ടായി. ശേഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഉറപ്പ്, അതുപോലെ അറിവില്ലാത്തവരുടെ തർക്കം, അവിശ്വാസികളുടെ പ്രവർത്തന ഫലമായി അവർക്ക് 2 ലോകത്തും കിട്ടുന്ന ശിക്ഷയെ സംബന്ധിച്ച്, അത്തരം ആളുകളുടെ പ്രവൃത്തികളുടെ ഫലം പോലെയുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു വരികയായിരുന്നു. അതിനുശേഷം അസ്ഥിര വിശ്വാസമുള്ളവരുടെ അഥവാ നന്മയിൽ സന്തുഷ്ടരും പരീക്ഷണത്തിൽ മുഖം തിരിക്കുന്നവരുമായ ആളുകളെ സംബന്ധിച്ചും, ബഹുദൈവ വിശ്വാസത്തിൻ്റെ വഴികേടിനെ സംബന്ധിച്ചും, ശേഷം വിശ്വാസികളുടെ പ്രതിഫലം, അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല വാഗ്ദാനം ചെയ്ത സ്വർഗം എന്ന പ്രതിഫലത്തെ സംബന്ധിച്ചുമെല്ലാം ആണ് സംസാരിച്ചു വെച്ചത്. ഇന്ന് നമ്മൾ ഓതി വെച്ച 15-ാമത്തെ ആയത്തിലൂടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, മൻ കാന യളുന്നു അല്ലൻ യൻസുറഹുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറതി ഫൽയംദുദ് ബിസബബിൻ ഇലസ്സമാ ثم ليقطع فلينظر هل يذهبن كيده ما يغيظ എന്നാണ് അല്ലാഹു പറഞ്ഞത്. തീർച്ചയായും അല്ലാഹു ഇന്നല്ലാഹ യുദ്ഖിലു, അവൻ പ്രവേശിപ്പിക്കുന്നു ആരെ? അല്ലദീന ആമനു, വിശ്വസിച്ചവരെ, വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ. എവിടെ? ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗങ്ങളിലൂടെ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നതായ ജന്നാത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗങ്ങളിൽ അവരെ പ്രവേശിപ്പിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഇന്നല്ലാഹ്, നിശ്ചയമായും അല്ലാഹു, യഫ്അലു, അവൻ പ്രവർത്തിക്കും, മാ യുരീദ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ 14-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു ഇത്തരം കാര്യങ്ങൾ, അതായത് വിശ്വാസികളുടെ വിശ്വാസത്തെ സംബന്ധിച്ച്, സൽപ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അതടിസ്ഥാനത്തിൽ അവർക്ക് നൽകുന്ന പ്രതിഫലം പറഞ്ഞുകൊണ്ട് ഇവിടെ അല്ലാഹു പറയുകയാണ്, മങ്കാന യളുന്നു, ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ അല്ലൻ യൻസുറഹു, അവനെ അല്ലാഹു സഹായിക്കുന്നതേ അല്ല എന്ന്. അല്ലൻ യൻസുറഹു എന്നുള്ളതിൻ്റെ വിശദീകരണമൊക്കെ നമുക്ക് തഫ്സീറിലൂടെ കാണാൻ കഴിയും. ഹു എന്നുള്ള ദമീർ കൊണ്ട് ഉദ്ദേശം നബി തിരുമേനിയാണ് എന്നാണ് അധികം മുഫസ്സിറുകളും പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു തആല ഫിദ്ദുനിയാ വൽ ആഖിറ, ഇഹലോകത്തും പരലോകത്തും സഹായിക്കുന്നതേയല്ല എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ട് എങ്കിൽ ഫല്യംദുദ്, അങ്ങനെയാണ് എങ്കിൽ അവൻ എന്ത് ചെയ്യട്ടെ? ഫല്യംദുദ്, അവൻ മദ്ദയമുദ്ദു ഫല്യംദുദ്, അവൻ നീട്ടിയിട്ട് കൊള്ളട്ടെ. ബിസബബിൻ, ഒരു ബന്ധത്തെ, ഒരു കയറിനെ. ബിസബബ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കയറിനെ അവൻ നീട്ടിയിട്ട് കൊള്ളട്ടെ. ഇലസമാ, ഉപരിഭാഗത്തേക്ക് അഥവാ വാനത്തിലേക്ക്. സുമ്മ, പിന്നെ
അവൻ എന്ത് ചെയ്യട്ടെ, സുമ്മ ലിയഖ്ത, പിന്നെ അവൻ മുറിച്ചു കൊള്ളട്ടെ, ഫല്യൻളുർ, എന്നിട്ട് അവൻ നോക്കട്ടെ, നളറ യൻളുറു, മറ്റേത് ഖത്ത യഖ്ത, അവൻ മുറിച്ചു കൊള്ളട്ടെ എന്നിട്ട് അവൻ നോക്കട്ടെ, ഹൽ യുദ്ഹിബന്ന, തീർച്ചയായും നിശ്ചയമായും ഇല്ലാതെയാക്കി കളയുമോ എന്ന്, കൈദഹു, അവൻ്റെ തന്ത്രം, അവൻ്റെ ഉപായം, മാ യഗീൽ, ആ കാര്യത്തെപ്പറ്റി അല്ലെങ്കിൽ ആ ക്ലേശിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ആ തന്ത്രം അവനെ ഇല്ലാതെയാക്കി കളയുമോ എന്ന് അവൻ നോക്കിക്കൊള്ളട്ടെ എന്ന്. മൊത്തത്തിൽ അർത്ഥം വായിക്കുകയാണെങ്കിൽ, ആരെങ്കിലും ഇഹലോകത്തും പരലോകത്തും അള്ളാഹു അവനെ സഹായിക്കുന്നതേ അല്ല എന്ന് വിചാരിക്കുന്നുണ്ട് എങ്കിൽ അവൻ ഉപരിഭാഗത്തേക്ക് ഒരു കയർ നീട്ടിക്കൊള്ളട്ടെ, പിന്നീട് ആ കഴുത്ത് കുടുക്കി മുറിച്ചുകൊള്ളുകയും ചെയ്യട്ടെ, അതിൽ ആത്മഹത്യ ചെയ്തു കൊള്ളട്ടെ എന്നാണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അവൻ്റെ ഈ തന്ത്രം അവനെ ക്ലേശിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിനെ പോക്കിക്കളയുമോ എന്ന് അവൻ നോക്കുകയും ചെയ്യട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറയുന്നത്? ഇഹലോകത്തും പരലോകത്തും അദ്ദേഹത്തെ എന്ന് പറഞ്ഞത് നബിയെ അള്ളാഹു സഹായിക്കുന്നതേ അല്ല എന്ന് വല്ലവനും കരുതുന്നുണ്ട് എങ്കിൽ, വിചാരിക്കുന്നുണ്ട് എങ്കിൽ, അവൻ ആകാശത്തേക്ക് ഒരു കയറ് നീട്ടിക്കെട്ടിയിട്ട് നബിക്ക് കിട്ടുന്ന സഹായം വിച്ഛേദിച്ചു കൊള്ളട്ടെ, ഇല്ലാതെയാക്കിക്കൊള്ളട്ടെ, ഫലിയഖ്ത എന്ന് പറഞ്ഞാൽ അതാ. എന്നിട്ട് തന്നെ രോഷം കൊള്ളിക്കുന്ന കാര്യത്തെ അഥവാ നബിയുടെ വിജയത്തെ തൻ്റെ തന്ത്രം കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയുമോ എന്ന് അവൻ നോക്കട്ടെ എന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ സഹായത്തിൻ്റെ ഉറപ്പ് അത്രത്തോളം ഉണ്ട് എന്നാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനയെ തടയാൻ ആർക്കും കഴിയില്ല എന്നുള്ള വലിയ ഒരു സത്യമാണ്, വലിയൊരു വാഗ്ദാനമാണ് ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെയുള്ള വല്ല വിചാരവും ഉണ്ട് എങ്കിൽ അവൻ ഇങ്ങനെ ചെയ്യട്ടെ. എന്നിട്ട് എന്താ പറഞ്ഞത്? അങ്ങനെ ചെയ്തിട്ട് അവൻ്റെ രോഷം കൊള്ളിക്കുന്ന ആ കാര്യം, അതായത് നബിയുടെ വിജയത്തിൻ്റെ ആ കാര്യമാണ് അത്തരം ആളുകൾക്ക് രോഷമുണ്ടാക്കുന്നത്. ആ കാര്യത്തെ തൻ്റെ തന്ത്രം കൊണ്ട്, തനിക്ക് എന്തെങ്കിലും തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഇല്ലാതാക്കാൻ കഴിയുമോ എന്ന് അത്തരം ആളുകൾ നോക്കിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ, ഏത് തന്ത്രം പ്രയോഗിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി വാഗ്ദാനം ചെയ്ത വിജയത്തെ, സഹായത്തെ തടുക്കുവാൻ ആർക്കും കഴിയില്ല എന്നും അള്ളാഹുവിൻ്റെ സഹായം അത്രയും ഉറപ്പായതാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ഒരു കാര്യം തടയാൻ ആർക്കും കഴിയില്ല എന്നുമുള്ള വലിയ ഒരു യാഥാർത്ഥ്യമാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾപ്പിക്കുന്നത്. എന്നിട്ട് തൊട്ടടുത്ത ആയത്തിലൂടെ അള്ളാഹു പറയുന്നു, വകദാലിക അൻസൽനാഹു ആയാതിൻ ബയ്യിനാതിൻ വഅന്നല്ലാഹ യഹ്ദീ മൻ യുരീദ്. വകദാലിക, അപ്രകാരം. എപ്രകാരം? മുകളിൽ പറഞ്ഞ ആ വിഷയം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഇത് നമ്മൾ വായിക്കേണ്ടത്. അപ്രകാരം അൻസൽനാഹു, അതിനെ നാം ഇറക്കിയിരിക്കുന്നു. ഏതിനെ? ആയാത്തിൻ ബയ്യിനാത്തിൻ, വ്യക്തമായ തെളിവുകളായിട്ട്. അള്ളാഹു തന്നെയാണ് വഅന്നല്ലാഹ യഹ്ദീ, തീർച്ചയായും അള്ളാഹു തന്നെയാണ് സന്മാർഗത്തിലാക്കുന്നവൻ എന്നതിനാലും ആരെ? മൻ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നവരെ. അപ്പം എന്താണ് ഒന്നിച്ചുള്ള അർത്ഥം? അപ്രകാരം നാം അത് വ്യക്തമായ ലക്ഷ്യങ്ങളെന്ന നിലക്കും, അത് എന്ന് പറയുന്നത് ഇവിടെ അൻസൽനാഹു എന്നുള്ളത് മീർ പരിശുദ്ധ ഖുർആനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ പരിശുദ്ധ ഖുർആനിനെ ആയാത്തും ബയ്യിനാത്തുകളായിട്ട്, വ്യക്തമായ ദൃഷ്ടാന്തമായിട്ട് നാം ഇറക്കിയിരിക്കുന്നു. മാത്രമല്ല വഅന്നല്ലാഹ യഹ്ദീ മൻ യുരീദ്, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ സ്വർഗത്തിലാക്കുന്നതാണെന്നതിനാലും അവൻ ആ പരിശുദ്ധ ഖുർആനിനെ അത്തരം വ്യക്തമായ തെളിവുകളുമായിട്ടാണ് ഇറക്കിയിരിക്കുന്നത് എന്ന്. അപ്പോൾ ഈ ഒരു ആയത്ത് നമ്മൾ മനസ്സിലാക്കണം. ഇതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ കഴിഞ്ഞ സിലബസുകളിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. സൂറത്ത് ഇസ്രാ പഠിച്ചപ്പോഴും സൂറത്ത് കഹഫ് പഠിച്ചപ്പോഴും ഒക്കെ അല്ലേ. സൂറത്ത് കഹഫിൻ്റെ 29-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും,
തീർച്ചയായും ഹക്ക് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണെന്ന് നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കണം. ഫമൻ ശാഅ ഫൽയുഅ്മിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അവന് വിശ്വസിക്കാം, അല്ലെങ്കിൽ അവന് അവിശ്വസിക്കാം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായിട്ട് ഖുർആനിനെ ഇറക്കിയിട്ടുണ്ട്. ആ ഖുർആനിലുള്ള നിയമസംഹിതകൾ അല്ലെങ്കിൽ ആ ഖുർആനിൻ്റെ സുവ്യക്തമായ അറിവുകൾ തേടി കണ്ടെത്തി പഠിച്ച് അതിൽ വിശ്വസിച്ച് അവന് വിജയം വരിക്കാം. അല്ലാത്ത പക്ഷം അവൻ അതിനെ നിഷേധിച്ച് പരാജയത്തിലേക്കും പോകാമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ സൂറത്ത് ഇസ്രാഇൻ്റെ 15-ാമത്തെ ആയത്തിലും ഇത്തരത്തിലുള്ള ഒരു പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. മനിഹ്തദാ ഫഇന്നമാ യഹ്തദി ലിനഫ്സി വമൻ ളല്ല ഫഇന്നമാ യളില്ലു അലൈഹ. ആരെങ്കിലും ഹിദായത്തിലായാൽ അവൻ അവന് വേണ്ടിയിട്ടാണ് സന്മാർഗം പ്രാപിച്ചത്, എന്നാൽ ആരെങ്കിലും വഴിപിഴച്ചു പോയാലോ അതും അവൻ്റെ മേൽ തന്നെയാണ് എന്നുള്ള ഇത്തരം ആയാത്തുകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെയുള്ള ഈ 16-ാമത്തെ ആയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായിട്ട് ഗ്രന്ഥത്തെ, പരിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവരെ അവൻ നേർവഴിയിലേക്ക് നയിക്കുന്നതുമാണ്. അപ്പോൾ അല്ലാഹു നമുക്ക് ഹിദായത്ത് ലഭിക്കുക എന്നുള്ളത് അല്ലാഹുവിൻ്റെ വലിയ ഒരു നിഅമത്തായിട്ട് നമ്മൾ കാണണം. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമാണ് അല്ലാഹു നേർവഴിയും സുവ്യക്തമായ നിലപാടുകളും അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങളും ഒക്കെ കാണാനുള്ള ഒരു വഴി അവൻ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ഒരു ഹിദായത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചു, അല്ലെങ്കിൽ നമ്മെ അള്ളാഹു സെലക്ട് ചെയ്തു എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സൗഭാഗ്യമായി നമ്മൾ കാണുകയും നമ്മളുടെ ജീവിതത്തിലേക്ക് എല്ലാ നിലക്കും എല്ലാ വഴിയിലൂടെയും വെളിച്ചം നൽകുന്ന പരിശുദ്ധ വേദഗ്രന്ഥം, നമുക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല ഇറക്കിയ വേദഗ്രന്ഥത്തെ അതിനെ നമ്മളൊരു ഹിദായത്തിൻ്റെ മാർഗമായി സ്വീകരിച്ച് അതിൽ നിന്ന് നമ്മൾ സത്യങ്ങളും തെളിവുകളും കണ്ടെത്തിക്കൊണ്ട് നേർവഴി പ്രാപിക്കുക, അല്ലെങ്കിൽ സത്യത്തിൽ ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമായിട്ടും നമ്മൾ മനസ്സിലാക്കണം. ഫമൻ അറാദല്ലാഹു ഹിദായത്തുഹു ഇഹ്തദാ ബിഹാദൽ ഖുർആൻ എന്നാണ്. ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു തആല ഹിദായത്തിലാക്കാൻ ഉദ്ദേശിച്ചാൽ ഖുർആൻ കൊണ്ട് അല്ലാഹു അവനെ ഹിദായത്തിലാക്കും. മാത്രമല്ല വജഅലഹു ഇമാമൻ ലഹു, ഈ ഖുർആനിനെ അവന് ഒരു ഇമാമാക്കി അള്ളാഹു വെക്കുകയും ചെയ്യും. വഖുദുവ എന്നാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധ ഖുർആനിലെ ഓരോ കാര്യങ്ങളും പച്ചയായ രീതിയിൽ നേർക്കുനേരെ പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് അള്ളാഹു പറയുന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല ഒരാളെ കൊണ്ട് ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ അവനെ ഫലൗ ജാഅതുഹു കുല്ല ആയത്തിൻ മാ ആമന, ഖുർആനിലുള്ള മുഴുവൻ ആയത്തുകളും അവൻ്റെ മുമ്പിൽ വന്നാലും വലൻ യൻഫഉഹു അൽ ഖുർആന ഷൈഅ, ആ ഖുർആൻ അവന് ഒന്നുകൊണ്ടും ഉപകാരപ്പെടില്ല എന്നാണ്. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു തആല അവന് ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് അള്ളാഹു ഹിദായത്ത് നമുക്ക് വേണ്ടി ഉദ്ദേശിച്ച് അല്ലെങ്കിൽ നടപ്പാക്കി നമ്മിലേക്ക് ഹിദായത്ത് നൽകുക എന്നുള്ളതിനെ വലിയ സൗഭാഗ്യമായി നമ്മൾ കാണുകയും ആ സൗഭാഗ്യത്തെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് ആ ഹിദായത്തിൽ നമ്മൾ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ എല്ലാ നന്മകളും നമ്മളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അതിനുള്ള ഒരു ഏക മാർഗമായിട്ട് പരിശുദ്ധ ഖുർആനിനെ നമ്മൾ കണ്ടുകൊണ്ട് അതിലുള്ള ഓരോ ആയത്തുകളും എന്താണ് നമ്മളോട് സംസാരിക്കുന്നതെന്ന് നമ്മൾ പച്ചയായി പഠിച്ചറിഞ്ഞുകൊണ്ട് നമ്മളുടെ ജീവിതം ഖുർആൻ കൊണ്ട് ധന്യമാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ 2 ആയത്തുകളും പഠിക്കുമ്പോൾ വ്യക്തമായ തെളിവുകളാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഇറക്കി തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിയത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. പിന്നെ അള്ളാഹു പറഞ്ഞ മറ്റൊരു പോയിന്റ്, താൻ ഉദ്ദേശിക്കുന്നവരെ അതിലേക്ക് നയിക്കുമെന്നാണ് പറഞ്ഞത്. വഅന്നല്ലാഹ യഹ്ദീ മൻ യുരീദ്. കണ്ടോ? അപ്പോൾ ആ ഹിദായത്ത് കിട്ടിയ നമ്മൾ ആ പരിശുദ്ധ ഖുർആനിനെ പഠിക്കാനും പഠിപ്പിക്കാനും പച്ചയായിട്ട് അതിൻ്റെ ആശയവും അർത്ഥതലങ്ങളുമെല്ലാം അറിയാനുള്ള സൗഭാഗ്യം കിട്ടിയ നമ്മൾ ആ ഹിദായത്തിലൂടെ തന്നെ നമ്മൾ സഞ്ചരിക്കുകയും അത് കൂടുതൽ ആളുകളിലേക്ക് ആ നന്മയെ അല്ലെങ്കിൽ ആ ഹിദായത്തിൻ്റെ വെളിച്ചം ഈ പരിശുദ്ധ ഖുർആനിനെ എത്തിച്ചു കൊടുത്തുകൊണ്ട് നമ്മളുടെ ഉത്തരവാദിത്തം നമ്മൾ പൂർണ്ണമായി
പിന്നെ നിറവേറ്റിയവരായിക്കൊണ്ട് റബ്ബിനെ കണ്ടുമുട്ടാനുള്ള ഒരു തൗഫീക്കിന് വേണ്ടി പണിയെടുത്തും പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മൾ മുന്നേറണം. ഇതാണ് ഈ 2 ആയത്തുകൾ പഠിക്കുന്നതിലൂടെ നമ്മളാകുന്ന ആളുകൾക്ക് കൂടുതൽ ചേർത്ത് വെക്കാനുള്ള കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.